ആൻഡ്രോയിഡ് ഫോണിലെ ഒരു കിടിലൻ ട്രിക്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫോണിലെ പ്രോക്സിമിറ്റി സെൻസർ ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ ഫോൺ കൺട്രോൾ ചെയ്യുമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ചാനൽ. മൈ നെയിം ഈസ് ഫൗസാൻ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഏറ്റവും പുതിയ ടെക് വീഡിയോസുകൾ നിങ്ങളെ തേടിയെത്തുകയുള്ളൂ. ആദ്യം നമുക്ക് എന്താണ് പ്രോക്സിമിറ്റി സെൻസർ, നമ്മുടെ ഫോണിൽ എവിടെയാണ് പ്രോക്സിമിറ്റി സെൻസർ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ഇയർ സ്പീക്കറിന് അടുത്ത് തന്നെയാണ് പ്രോക്സിമിറ്റി സെൻസർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പ്രോക്സിമിറ്റി സെൻസർ ഓൺ ആകുന്നത് നമ്മുടെ ഫോണിൽ കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഫോൺ ചെവിയുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി സ്ക്രീന് ഓഫ് ആകുന്നത്. ആ ഓഫ് ആകുന്നത് ഈ പ്രോക്സിമിറ്റി സെൻസർ ഉപയോഗിച്ചിട്ടാണ്. ഈ പ്രോക്സിമിറ്റി സെൻസർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്നിവിടെ നമ്മുടെ ഫോൺ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അതിനായി നമ്മളെ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് പ്രോക്സിമിറ്റി സർവീസ് എന്ന ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുകയോ അതല്ല എങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചില പെർമിഷനുകൾ നിങ്ങൾ അലോ ചെയ്യേണ്ടതുണ്ട്. ഈ പെർമിഷനുകൾ അലോ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകുന്നതാണ്. അവിടെ താഴെ നിങ്ങൾക്ക് കാണാം പ്രോക്സിമിറ്റി സർവീസ് സ്റ്റാർട്ടഡ് എന്ന്. അതിനുശേഷം നിങ്ങളുടെ ഫോണിൻ്റെ പ്രോക്സിമിറ്റി സെൻസറിൻ്റെ അടുത്തേക്ക് നിങ്ങളുടെ കൈ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ഡിസ്പ്ലേ ഓഫ് ആകുന്നതായിട്ട് കാണാം. ഇതിൻ്റെ ഉപകാരം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും സിറ്റുവേഷനിൽ എന്തെങ്കിലും ഈ ആപ്ലിക്കേഷൻ കൊണ്ടുള്ള ഉപയോഗം എന്തെന്നാൽ നമ്മുടെ ഫോണിലെ പോക്കറ്റ് മോഡ് നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ഫോണ് ലോക്ക് ചെയ്യാതെ പോക്കറ്റിൽ വെച്ച് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണ് സെൻസർ ഡിറ്റക്റ്റ് ചെയ്ത് ലോക്ക് ആകുന്നതാണ്. ഈ പ്രോക്സിമിറ്റി സെൻസർ ഉപയോഗിച്ച് നമ്മുടെ ഫോണിലെ ഏത് ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അനായാസം ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഈ പ്രോക്സിമിറ്റി സെൻസർ ഉപയോഗിച്ച്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതല്ല എങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. അവിടെ നിങ്ങൾക്ക് താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോ ഓപ്പൺ ആയി വരുന്നതായി കാണാം. അവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ ആക്ഷൻ എന്ന് കാണിക്കും. അതിൻ്റെ താഴെ നിങ്ങൾക്ക് ആക്ഷൻ, ഗെസ്റ്റർ, നമ്പർ എന്നീ 3 ഓപ്ഷനുകൾ കാണാം. ആക്ഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഞ്ച് ആപ്ലിക്കേഷൻ, ലോഞ്ച് ഷോർട്ട് കട്ട്, ലോക്ക് സ്ക്രീൻ, വേക്കപ്പ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഞാനിവിടെ ലോഞ്ച് ആപ്പ് എന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് താഴെ മറ്റൊരു ഓപ്ഷനും കൂടി കാണാം, പ്ലീസ് ചൂസ് യുവർ ആപ്പ്. അതിനുശേഷം ഗെസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഹോൾഡ് വേണോ അതല്ലെങ്കിൽ വേവ് വേണോ എന്ന് ചോദിക്കുന്നത്. ഞാനിവിടെ വേവ് എന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്പർ അവിടെ 1, 2 ഒരു പ്രാവശ്യം വേവ് രൂപത്തിൽ നിങ്ങളുടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്താൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനുശേഷം താഴെ നിങ്ങൾക്ക് ക്രിയേറ്റ് എന്നൊരു ബട്ടൺ കാണാം. ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം പ്രോക്സിമിറ്റി സെൻസറിന് മുകളിൽ 2 പ്രാവശ്യം ഞാൻ എൻ്റെ വിരൽ കൊണ്ട് വേവ് രൂപത്തിൽ ആക്ഷൻ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത യൂട്യൂബ് ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിട്ട്. പ്രോക്സിമിറ്റി സെൻസർ ഉപയോഗിച്ച് എത്ര ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിലും ഷോർട്ട് കട്ട് ചെയ്യാൻ സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ആൻഡ്രോയിഡ് ടിക്സ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ ടെക് വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.